അള്ളാഹു രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, എത്രയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാരിക്കൂട്ടാനാവുന്നത്, എന്ത് നിങ്ങൾക്കാവില്ല എന്ന് അള്ളാഹു ജല്ല ജലാലു ഉപരിലോകത്ത് വെച്ച് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു നഫ്സും അതിന് കണക്കാക്കിയത് ലഭിക്കാതെ ഈ ലോകത്ത് നിന്ന് മരിക്കുകയില്ല. അന്ന ജിബ്രീൽ അലൈഹിസ്സലാം നഫദ ഫീ റൗഇ, ജിബ്രീൽ തങ്ങൾ എനിക്ക് വന്ന് ഉത്ബോധനം തന്നു. ഏതൊരു നഫ്സും ആ നഫ്സിന് കണക്കാക്കിയത് കടിച്ചുകൊണ്ടോ കുടിച്ചുകൊണ്ടോ ആസ്വദിച്ചുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ തീരാതെ ഒരു നഫ്സും ഈ ലോകത്തോട് വിട പറയുന്നില്ല. മരണത്തിന്റെ മുമ്പ് അവർക്ക് രേഖപ്പെടുത്തിയത് കിട്ടുക തന്നെ ചെയ്യും, അതിൽ ഒരു ഇഞ്ച് പോലും കുറയില്ലെന്നും ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ധൃതിപ്പെടരുത്. പെൺകുട്ടികൾക്ക് പുതിയാപ്പിളനെ തരുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരുത്തെ പുതിയാപ്പിളനെ തരാം. എന്താ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പ്രത്യേകത? ഒന്ന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ സമാധാന പ്രിയനായിരുന്നു എന്നതാണ്. എല്ലാ കാര്യം മഹാനവറുകൾ ചെയ്യും, ആലോചിച്ച് ആക്കത്തിനെ ചെയ്യുള്ളൂ, എടുത്ത് ചാടില്ല. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഈറ പിടിച്ചാത്ത മനുഷ്യന്മാരെ കൊണ്ട് കുട്ടികളെ കെട്ടിക്കാം. ചുരുക്കം പറഞ്ഞാല് അതിന് ആദ്യം എന്താണോ, ഞമ്മളൊരു ഈറൊടിച്ചാത്ത മനുഷ്യന്മാരാവണല്ലോ, അങ്ങനെയല്ലേ നേരാവുള്ളൂ. ഞമ്മക്ക് ഈറ വരാതെ ഇരിക്കൂല. അങ്ങനെയാണ്. നമ്മള് സ്പൂണ് വീണാൽ മതി അടുക്കളയിൽ യുദ്ധം ഉണ്ടാക്കും, പ്ലേറ്റാ വീണ വെച്ചാൽ യുദ്ധത്തുമ്മല യുദ്ധം ഉണ്ടാക്കും. അങ്ങനെയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഈറ വരില്ല, ദേഷ്യം പിടിക്കില്ല. അതാണ് മഹാനവറുകളുടെ പ്രത്യേകത. രണ്ടാമത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകതയുണ്ട്, ദാനശീലനാകുന്നു എന്നതാണ്. വലിയ ധർമ്മിഷ്ഠനാണ്. ഈ ദാനശീലം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട, മനസ്സുണ്ടായാൽ മതി. ധർമ്മം കൊടുക്കണമെങ്കിൽ പൈസ ഉള്ളവർക്കേ നടക്കുള്ളൂ, അല്ലാത്തവർക്ക് നടക്കൂലല്ലോ. ദാനശീലം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കലല്ല, ദാനശീലം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മഹാൻ രോഗിയായിട്ട് കിടക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അന്ന് കാണിച്ച ഡോക്ടറല്ല മറ്റേ ഡോക്ടർ നമുക്ക് കാണിക്കാം. അഥവാ മഹാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിന് ഇതുവരെ ഗീബത്ത് കേട്ടിട്ടില്ലായിരുന്നു, ഇനിയിപ്പോ മരണത്തിന്റെ തൊട്ട് ഒന്ന് കേൾക്കാണല്ലോ. നമ്മള് ഗീബത്ത് പറഞ്ഞു, അല്ലേ ഈ ഡോക്ടറെ കാണിക്കേണ്ട മറ്റേ ഡോക്ടറെ കാണിച്ചോളിന്നല്ലേ പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർ പോരാന്നല്ല അതിന്റെ അർത്ഥം. അതൊരു ഗീബത്തിന്റെ ഒരു ഷെയ്ഖും ഉണ്ട്, അതുകൊണ്ട് ഈ പറയേണ്ടിയില്ലായിരുന്നു. നല്ല വണ്ണ ആലോചിക്കേണ്ടത്, ആഖിറത്തിൽ പാപ്പറായി തീരും. അള്ളാഹുവിനോടുള്ള തെറ്റ് ഒരുവിധമൊക്കെ അള്ളാഹു പുറത്തുതരും. മനുഷ്യരോടുള്ള തെറ്റുണ്ടല്ലോ, അതിലൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. തുഹഫത്തുൽ മുഹ്താജിന്റെ 8-ലിട്ട ചുരുങ്ങിയ വാക്കിൽ മഹാൻ വിശദീകരിക്കും. ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. ഒരു മഹാൻ രോഗിയായിട്ട് കിടക്കും.